എന്നാൽ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആസ് എ സ്പീക്കർ നിയമസഭയ്ക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രസകരമായിട്ടാണ് അദ്ദേഹം കൊണ്ടുപോകുന്നറിയാം. അതുകൂടാതെ തന്നെ പ്രതിപക്ഷ നേതാവിനോടും മുഖ്യമന്ത്രിയോടും ഉള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ചൊരു മമതയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് പ്രത്യേകിച്ചൊരു താല്പര്യക്കുറവോ അദ്ദേഹത്തിനില്ല. അദ്ദേഹം വളരെ രസകരമായിട്ടാണ് സഭയെ കൊണ്ടുപോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എല്ലാ അംഗങ്ങൾക്കും കൃത്യമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. ഒരു അര മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും അദ്ദേഹം അത് ക്ഷമയോടുകൂടി തന്നെ സഹിക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് ഒരു സ്പീക്കർ എന്നുള്ള രീതിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു 100% ഒരു സക്സസ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. ഈ നിയമസഭയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം LDFും UDFും എതിർക്കുന്ന BJPയുടെ 3 അംഗങ്ങൾ കൂടി സഭയ്ക്കകത്തുണ്ട്. അപ്പോൾ അവർക്കും വേണ്ട പരിഗണന കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൂടാണ്ട് സ്വതന്ത്ര അംഗങ്ങളുണ്ട്, അവർക്കും വേണ്ട പരിഗണന കൊടുക്കുന്നുണ്ട്. നമസ്കാരം. നമ്മുടെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ ആകുന്നതിന് മുമ്പ് ഒരുപാട് ട്രോൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. അതായത് ആദ്യം മര്യാദയ്ക്ക് വായിക്ക് എന്നിട്ട് സ്പീക്കർ ആക്കാമെന്ന് വരെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ നിയമസഭയിൽ മികച്ചൊരു സ്പീക്കറായിട്ട് മുന്നേറുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരുപാട് ഭരണപരിചയമുള്ള ഒരു മുൻ മന്ത്രി കൂടിയാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു, അതിനുശേഷം അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുണ്ട്. നിരവധി തവണ അദ്ദേഹം നിയമസഭാ സാമാജികനായിട്ട് ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എന്നാൽ അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് നസ്രിയയുടെ പേര് പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് നാക്ക് പിഴച്ചത്. പിന്നെ ചില കൂട്ടായ്മകളുടെ, എനിക്ക് തോന്നുന്നു മറ്റേ ഇടുക്കിയിലുള്ള പെമ്പിളൈ ഒരുമയുടെ പേര് പറഞ്ഞ സമയത്തും അദ്ദേഹത്തിന് നാക്കുപിഴ ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ടിടത്ത് മാത്രമാണ് നാക്കുപിഴ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പം നാക്കുപിഴ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ KM ഷാജി ഡേറ്റ് കൂട്ടി വായിച്ച് 16 കോടി സംതിങ് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് 26 എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയ്യോ ഇത് ഡേറ്റ് ആണല്ലോ എന്നുള്ള കാര്യം പുള്ളി ആലോചിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന് പറ്റിയേക്കുന്ന അബദ്ധം നമ്മുടെ കൺമുമ്പിൽ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നാക്കുപിഴകളൊക്കെ LDFിനകത്തുനിന്നും UDFിനകത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആസ് എ സ്പീക്കർ നിയമസഭയ്ക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രസകരമായിട്ടാണ് അദ്ദേഹം കൊണ്ടുപോകുന്നറിയാമോ? അദ്ദേഹം ഏറ്റവും ആദ്യം നിയമസഭയ്ക്കകത്ത് പറഞ്ഞൊരു വലിയ പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 71 പുതിയ അംഗങ്ങളുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ബാക്കി 69 പേരുണ്ട്. അപ്പോൾ 69 ജ്യേഷ്ഠന്മാർ കാണിക്കുന്നതൊക്കെ കണ്ട് അതേ അനുസരണയോട് കൂടിയിട്ട് വേണം നിയമസഭയ്ക്കകത്ത് പെരുമാറാൻ. ഇനി പുതിയതായിട്ട് വന്നിട്ട് 71 അനുജന്മാരും പെരുമാറാൻ എന്നുള്ളൊരു ഉപദേശമാണ് നൽകിയിരിക്കുന്നത്. ആ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 അംഗങ്ങളെയും സ്പീക്കറായിട്ടാണ് കാണുന്നത് എന്നുള്ളൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സബ്മിഷനുകൾ അവതരിപ്പിക്കാനും അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുമായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. 1991 ശേഷം കേരളത്തിലെ ഒരു ഡെപ്യൂട്ടി സ്പീക്കർമാരും ഇങ്ങനെ നിയമസഭയ്ക്കകത്ത് സബ്മിഷനുകൾ അവതരിപ്പിക്കുകയോ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇത് അരൂരിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള ഷാനിമോൾ ഉസ്മാനാണ് ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോൾ അവർ തൻ്റെ ഒരു ആവശ്യം സ്പീക്കർക്ക് മുമ്പിൽ വെക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കർമാരെയൊക്കെ സംബന്ധിച്ചിട്ട് അവരുടെ നിയോജക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സഭയ്ക്കകത്ത് ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് തന്നെ സഭയ്ക്കകത്ത് ഇനി ഡെപ്യൂട്ടി സ്പീക്കർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൂടാണ്ട് തന്നെ സഭയുടെ തുടക്കത്തിൽ തന്നെ, അതായത് സഭ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, ബഡ്ജറ്റ് സമ്മേളനമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, അത് കൃത്യമായിട്ട് സഭ കൂടുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ജൂൺ മാസം 17-ാം തീയതി നിയമസഭാ സാമാജികർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന ക്ലാസ് സ്പീക്കറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ സഭയെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് സഭയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകണം എന്നുള്ളൊരു തീരുമാനം നിസ്സാരമായിട്ടൊരു തീരുമാനമല്ല. അതുകൂടാതെ തന്നെ പ്രതിപക്ഷ നേതാവിനോടും മുഖ്യമന്ത്രിയോടും ഉള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ചൊരു മമതയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് പ്രത്യേകിച്ചൊരു താല്പര്യക്കുറവോ അദ്ദേഹത്തിനില്ല. അദ്ദേഹം വളരെ രസകരമായിട്ടാണ് സഭയെ കൊണ്ടുപോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇന്നലെ തന്നെ നമ്മളൊരു കാര്യം കണ്ടതാണ്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അങ്ങേപ്പോലുള്ള നീതിമാനായിട്ടുള്ള ഒരാൾ ഈ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അത് സഭയിൽ വളരെ വലിയ രീതിയിലുള്ള ചിരി ഉണർത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്.
അതുകൂടാതെ തന്നെ ഓരോ അംഗങ്ങളെയും കൃത്യമായിട്ട് തന്നെ ഇതിപ്പോൾ ഉമാ തോമസിനെ അദ്ദേഹം ശാസിക്കുന്നത് കണ്ടു. വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന പോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നൊരു ഒരു താക്കീത് അദ്ദേഹം നൽകുമ്പോഴത്തേക്ക് അദ്ദേഹം ശരിക്കൊരു സഭാനാഥനായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. അപ്പോൾ എല്ലാ അംഗങ്ങൾക്കും കൃത്യമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. ഒരു 1/2 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും അദ്ദേഹം അത് ക്ഷമയോടുകൂടി തന്നെ സഹിക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് ഒരു സ്പീക്കർ എന്നുള്ള രീതിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു 100% ഒരു സക്സസ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. അത് മറ്റു പല സ്പീക്കർമാരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എൻ ഷംസീർ നല്ല മികച്ചൊരു സ്പീക്കറായിരുന്നു. എന്നാൽ MP രാജേഷ് പലപ്പോഴും സഭയിൽ പതറിപ്പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റു പല സ്പീക്കർമാരെയും നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്തും ചിലർ വിജയിച്ചിട്ടുണ്ട്, ചിലർ തീരെ പരാജയമായിരുന്നു, ചിലർ ഏകപക്ഷീയമായിട്ടൊക്കെ പോയിട്ടുണ്ട്. വക്കം പുരുഷോത്തമൻ ഇരിക്കുന്ന സമയത്താണ് തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെതിരെ വളരെ വലിയ രീതിയിൽ പ്രതിപക്ഷം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. AN ഷംസീറും അതിന് മുമ്പ് ഇരുന്നിട്ടുള്ള K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ, MP രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് നിയമസഭയ്ക്കകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. അവരെക്കാളും മികച്ചൊരു സ്പീക്കറായിട്ട് ഇപ്പോൾ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും അതിന് സാധൂകരിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ സബ്മിഷനുകൾ അവതരിപ്പിക്കുന്ന സമയത്താണെങ്കിലും വോക്കൗട്ട് നടത്തുന്ന സമയത്താണെങ്കിലും ഓരോ കാര്യങ്ങളിലും കൃത്യമായ ഒരു ഇടപെടലുകൾ, കൃത്യമായിട്ട് സഭയിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം കൃത്യമായിട്ട് ചട്ടങ്ങൾ പഠിച്ചിട്ടാണ് സംസാരിക്കുന്നതോടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായി സഭാ രീതികളെ അറിയാവുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെയാണ് കേരള നിയമസഭയെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിയമസഭയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം LDFും UDFും എതിർക്കുന്ന BJPയുടെ 3 അംഗങ്ങൾ കൂടി സഭയ്ക്കകത്തുണ്ട്. അപ്പോൾ അവർക്കും വേണ്ട പരിഗണന കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൂടാണ്ട് സ്വതന്ത്ര അംഗങ്ങളുണ്ട്, അവർക്കും വേണ്ട പരിഗണന കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ G സുധാകരനൊക്കെ പ്രസംഗിക്കാൻ എണീറ്റ സമയത്ത് അദ്ദേഹം വളരെ സരസമായ രീതിയിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്. അതായത് G സുധാകരൻ സംസാരിക്കാൻ എണീക്കുന്ന സമയത്ത് ഭരണപക്ഷത്ത് നിന്ന് കയ്യടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളാരും എനിക്ക് വേണ്ടി കയ്യടിക്കേണ്ട, ഞാൻ ജനകീയനായിട്ടുള്ള സ്വതന്ത്ര MLA ആണ് എന്നൊക്കെ പറയുന്നത് സഭയ്ക്കുള്ളിൽ തന്നെ വളരെ രസകരമായ ചില മൂവ്മെൻറ്റുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏറ്റവും മികച്ച ഒരു സ്പീക്കറായിട്ട് തന്നെയാണ് ഇപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും തുല്യമായ നീതി എല്ലാ അംഗങ്ങൾക്കും. ഒരു നിയമസഭാ സ്പീക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ്. എല്ലാ 140 പേരും 140 നിയോജക മണ്ഡലങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ 140 നിയോജക മണ്ഡലങ്ങളിലുള്ള വിഷയങ്ങൾ ഈ സഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഈ പാർലമെൻ്ററി പാർട്ടികൾ ചേർന്നിട്ടാണ് ആർക്കൊക്കെ എത്ര സമയം അനുവദിക്കണം എന്നുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. അതുകൂടാതെ സബ്മിഷനുകൾ, ഒരുപാട് കാര്യങ്ങൾ നിയമസഭയ്ക്കകത്തുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് തന്നെ അതിനെ നിയന്ത്രിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സാധിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളം കണ്ടിട്ടുള്ള മികച്ച സ്പീക്കർമാരുടെ മുൻനിരയിലേക്ക് തന്നെ വരികയാണ് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. സർ, അതുപോലെ ആളുടെ ഒരു ആഗ്രഹമായിരുന്നു സ്പീക്കർ ആവണമെന്നുള്ളത്. ആണോ? അപ്പോൾ ഓൾറെഡി അത് പ്രിപ്പയർ ചെയ്ത് എങ്ങാനും സ്പീക്കറായാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇതിൽ പ്രവർത്തിച്ച ഒരാളാണ്. കാരണം അന്ന് അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്ത അന്ന് അദ്ദേഹം പറഞ്ഞൊരു അതുകൂടാണ്ട് തന്നെ ജനങ്ങൾക്ക് നേരിട്ട് ഈ സ്പീക്കർക്ക് കത്തയക്കാം. അത് സ്പീക്കറുടെ വിവേചനാധികാരം ഉപയോഗിച്ച് മന്ത്രിമാർക്കൊക്കെ കൈമാറുന്ന ഒരു രീതി, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവുന്നത് എന്ന് തോന്നുന്നു. പിന്നെ അതുകൂടൊപ്പം തന്നെ ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചക്ക ഫെസ്റ്റ് നടത്തുന്നു. ഈ ചക്ക ഫെസ്റ്റ് നടത്തുന്നതൊക്കെ വളരെ രസകരമാണ്. ഇന്ത്യൻ കോഫി ഹൗസിൽ വിതരണം ചെയ്യും എന്നൊക്കെയാ പറയുന്നത്. ഇനി ചക്ക ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചകളും ഇന്ത്യൻ കോഫി ഹൗസിൽ ചക്ക പുഴുക്കായിട്ടാണ് കൊടുക്കുന്നത്, ചക്ക വറുത്തായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ നോക്കണം. ചക്കയുടെ ഗുണങ്ങളും, ചക്ക നമ്മുടെ സംസ്ഥാന ഫലമല്ലേ. ആകപ്പാടൊരു പ്രശ്നം 2020 ചിഹ്നമായിട്ട് ചക്ക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ് കാര്യങ്ങൾ. പിന്നെ ഈ അടിയന്തര പ്രമേയങ്ങളൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നീതിപൂർവകമാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഘർഷങ്ങൾ ഈ സഭയ്ക്കകത്ത് ഉണ്ടാകുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പക്ഷപാതം ഇല്ലാതെയാണ് ഈ സ്പീക്കർ നിയമസഭയെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തോന്നുന്നു. ഇന്നലെ പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം സമയം നീട്ടിക്കൊടുത്തായിരുന്നു. വോക്കൗട്ടിന്റെ ടൈമിൽ സമയം നീട്ടിക്കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല
നിയമസഭയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. പക്ഷെ അദ്ദേഹം സമയം നീട്ടിക്കൊടുത്തു, പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് കംപ്ലീറ്റ് ആക്കാനുള്ള സമയം കൊടുത്തു. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ മറ്റേ പിണറായി വിജയൻ നീതിമാനായ സ്പീക്കർ എന്ന് വിളിച്ചത്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞവസാനിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും, കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ നീതിമാനായ ഒരു സ്പീക്കറാണ്. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് ആ പ്രവർത്തന മേഖലയിൽ ശോഭിക്കാനായിട്ട് സാധിക്കും എന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വരും ദിവസങ്ങളിലെ നിയമസഭാ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.